ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വെജിറ്റബിൾ സീഡിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 50 വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ കരുതി എല്ലാം ഒരുമിച്ച് നടുന്നില്ല, അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ സീഡാണ് നടാനുള്ളത് എന്നൊക്കെ ഉള്ളതും അതെങ്ങനെ നടണം എന്നുള്ളതും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 10-14 സീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. ഞാൻ നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കവറുകളിൽ നമ്മൾ ഇന്നലെ മണ്ണൊക്കെ നിറച്ച് വെച്ച കവറ് ഇല്ലേ, അതിലാണ് എല്ലാം ഓരോന്നായിട്ട്. ഇപ്പം എനിക്ക് എൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. നമ്മൾ ബ്രിഞ്ചാൾ 4 ടൈപ്സ്, നീണ്ട പച്ച ബ്രിഞ്ചാൾ, പർപ്പിൾ കളറിലുള്ളത്, അങ്ങനെ ബ്രിഞ്ചാളിൻ്റെ 4 വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പംകിൻ സീഡ് ഉണ്ടായിരുന്നു. ഉള്ള എല്ലാ സീഡും ഞാൻ ഒരൊറ്റ കവറിലായിട്ടിങ്ങനെ നട്ടിപ്പോൾ പംകിൻ്റെതാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ബ്രിഞ്ചാളിൻ്റെ സീഡാട്ടോ. 4 ടൈപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് 4ഉം ഞാൻ 4 കവറുകളിൽ നിറയെ ഇതുണ്ടായിരുന്നു, സീഡുണ്ടായിരുന്നു. ഞാൻ എല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്കുംബർ സീഡാണ്. ഇതും ഞാൻ വിചാരിക്കുന്നത് എല്ലാം തിളിപ്പ് വന്നതിന് ശേഷം, ഇച്ചിരി വളർന്നു വന്നതിന് ശേഷം ഇത് വെണ്ടയ്ക്ക കേട്ടോ. അപ്പോൾ എല്ലാം മാറ്റി നടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം നട്ടു കൊടുക്കുന്നത്. ഇത് Day 1 ആണ്. അപ്പോൾ ഇതിൻ്റെ Day 2, Day 3 അങ്ങനെ അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ കുറച്ച് ലീഫി പ്ലാന്റ്സ്, അതിൻ്റെ സീഡ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമായിട്ടോ. ഇങ്ങനെ ഓൾറെഡി മണ്ണൊക്കെ നിറച്ച് വെച്ച കവറാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. പിന്നെ ബാക്കി കുറേ സീഡ് ഞാൻ സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മന്തുകളിലായിട്ട് നമുക്ക് നടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഓൺലൈൻ മേടിച്ച സീഡ്സ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഫ്ലവർ സീഡ്സ് മേടിച്ചപ്പോൾ 4 ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒന്നും പൊടിച്ച് വന്നില്ല. അപ്പോൾ ഇത് എത്രത്തോളം സീഡ് കിട്ടും, വളർന്ന ചെടി കിട്ടും എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇത് ചീര വിത്താട്ടോ. ചീര അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ച് കിട്ടിയാൽ നമുക്കെല്ലാം മാറ്റി സെപ്പറേറ്റ് കവറുകളിൽ മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാ സീഡ്സും ഞാൻ നട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ വെള്ളം ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രാവിലെ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി അപ്ഡേറ്റ്സ് പിന്നെ കാണാം.